നമ്മുടെ സൗരയൂഥത്തിലെ ചുവന്ന ഗ്രഹം മാർസ്. ആകാശത്തേക്ക് നോക്കുമ്പോൾ ചെറുതായി തെളിയുന്ന ആ ചുവന്ന നക്ഷത്രം ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യരുടെ മനസ്സിൽ ഒരു വലിയ ചോദ്യമാണ് ഉയർത്തുന്നത്. മാർസിൽ ഒരിക്കലും ജീവൻ ഉണ്ടായിരുന്നു? ഇപ്പോഴും ജീവൻ ഉണ്ടാകാമോ? ഇന്ന് നമ്മൾ ആ അത്ഭുതകരമായ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ തേടുന്നൊരു യാത്ര തുടങ്ങാം. മാർസിനെ ചുവന്ന ഗ്രഹം എന്ന് വിളിക്കുന്നത് അതിന്റെ ഉപരിതലത്തിലെ ഇരുമ്പ് ഓക്സൈഡിന്റെ നിറം കൊണ്ടാണ്. ഭൂമിയേക്കാൾ ചെറുതും വളരെ തണുപ്പുള്ളതുമായ ഒരു ഗ്രഹമാണ്. മാർസിന്റെ അന്തരീക്ഷം വളരെ ദുർബലമാണ്, പ്രധാനമായും കാർബൺ ഡയോക്സൈഡ്, കുറച്ച് നൈട്രജൻ, അർഗോൺ എന്നിവ ചേർന്ന്. ഭൂമിയിലെ പോലെ ശ്വസിക്കാൻ കഴിയുന്ന ഓക്സിജൻ ഇല്ലാത്തതിനാൽ നമ്മൾക്ക് അവിടെ ജീവിക്കാൻ സാധ്യമല്ല. പക്ഷേ ചോദ്യം ഇതാണ്, അവിടെ ജീവൻ രൂപപ്പെടാൻ കഴിയുമായിരുന്നു? 19-ആം നൂറ്റാണ്ടിൽ മാർസിന്റെ ഉപരിതലത്തിൽ കാണപ്പെട്ട ചില വരകൾ മാർസ് കാനൽസ് എന്ന് വിളിച്ചിരുന്നു. ചില ശാസ്ത്രജ്ഞർക്ക് തോന്നിയത് ഇവ പുരാതന സിവിലൈസേഷനുകൾ നിർമ്മിച്ച കനാലുകളാണെന്ന്. അതോടെ ലോകമെമ്പാടും മാർസിൽ വിദേശജീവികൾ ജീവിക്കുന്നുണ്ടാകാം എന്ന വലിയ ചർച്ചകൾ പൊട്ടിപ്പുറപ്പെട്ടു. പിന്നീട് ശാസ്ത്രം തെളിയിച്ചപ്പോൾ അത് വെറും ഭൂമിശാസ്ത്രപരമായ ഘടനകൾ മാത്രമാണെന്ന് കണ്ടെത്തി. എങ്കിലും ആ ചോദ്യത്തിന്റെ ആവേശം മനുഷ്യരെ ഒരിക്കലും വിട്ടുമാറിയില്ല. ജീവൻ ഉണ്ടാകാൻ വേണ്ടിയുള്ള പ്രധാന ഘടകം വെള്ളമാണ്. മാർസിന്റെ ഉപരിതലത്തിൽ ഇന്ന് വെള്ളം ഇല്ലെന്നോണം തോന്നാമെങ്കിലും ടെഡയുടെ റോവറുകൾ തെളിയിച്ചതുപോലെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മാർസിൽ വലിയ തടാകങ്ങളും നദികളും ഉണ്ടായിരുന്നു. ക്യൂരിയോസിറ്റി മഹ്മം കണ്ടെത്തിയത് അവിടെ കല്ലുകളിൽ വെള്ളം ഒഴുകിയ പാടുകൾ, ഖനിജങ്ങൾ, ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന ചില രാസഘടകങ്ങൾ എന്നിവയായിരുന്നു. അതിനാൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മാർസിൽ ജീവൻ ഉണ്ടായിരിക്കാമെന്ന സാധ്യത വളരെ കൂടുതലാണ്. ടെഡയുടെ പെർസെവറൻസ് റോവർ ഇപ്പോൾ മാർസിന്റെ ഉപരിതലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ പ്രധാന ലക്ഷ്യം മാർസിലെ കല്ലുകളും മണ്ണും ശേഖരിച്ച് വിശകലനം ചെയ്യുക, ജീവന്റെ സൂചനകൾ കണ്ടെത്തുക. ഇതിനൊപ്പം ഹൺഹബ് ഹെലികോപ്റ്റർ മാർസിൽ പറക്കാൻ സാധിച്ച ആദ്യ വാഹനമായി ചരിത്രം സൃഷ്ടിച്ചു. ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ച മറ്റൊരു വലിയ കണ്ടെത്തൽ മാർസിന്റെ ധ്രുവ പ്രദേശങ്ങളിൽ ഐസ് ക്യാപ്സ്, ഹിമക്കെട്ടുകൾ ഉള്ളതാണ്. ഇത് ഭാവിയിൽ മനുഷ്യർക്ക് വെള്ളത്തിനായി ഉപയോഗിക്കാനാകും. ഇപ്പോൾ ചോദ്യം, നമ്മൾ മാർസിൽ താമസിക്കാം? സാധാരണയായി അത് വളരെ പ്രയാസകരമാണ്. മാർസിലെ ശരാശരി താപനില -60°C. അന്തരീക്ഷത്തിൽ ശ്വസിക്കാനാവില്ല. സൂര്യന്റെ രശ്മികൾ നേരിട്ട് എത്തും, കാരണം മാർസിന് ശക്തമായ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. എന്നിരുന്നാലും ശാസ്ത്രജ്ഞർ പരീക്ഷിക്കുന്നത് ടെറാഫോർമിംഗ് എന്ന് പറയുന്ന ആശയം. അതായത് മാർസിന്റെ അന്തരീക്ഷം മാറ്റി മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിലാക്കും. സ്പേസ് എക്സ് പോലുള്ള കമ്പനികൾ ഭാവിയിൽ മാർസിൽ കോളനികൾ സ്ഥാപിക്കാനുള്ള പദ്ധതികളും മുന്നോട്ട് വയ്ക്കുന്നു. 2030കളിൽ തന്നെ മനുഷ്യരെ മാർസിലേക്ക് അയക്കാനുള്ള ശ്രമങ്ങൾ നടക്കും. മാർസിൽ ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ അത് വളരെ ചെറിയ മൈക്രോബിയൽ ലൈഫ് ആയിരിക്കാം. ശാസ്ത്രജ്ഞർ ഇപ്പോഴും അവിടെ ജീവന്റെ സൂക്ഷ്മജീവികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ചിലപ്പോൾ ഐസിന്റെ അടിയിൽ ജീവൻ ഇപ്പോഴും ഒളിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പലരും കരുതുന്നു. അതായത് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പൂർണ്ണമായും പുതിയ ജീവിവർഗങ്ങൾ മാർസിൽ ഉണ്ടാകാം. മനുഷ്യരുടെ ഏറ്റവും വലിയ ശാസ്ത്രീയ കണ്ടെത്തലാകാം അത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, എന്തിനാണ് നമ്മൾ മാർസിലെ ജീവനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിക്കുന്നത്? കാരണം മാർസിൽ ഒരിക്കൽ ജീവൻ ഉണ്ടായിരുന്നെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ ഭൂമി മാത്രമല്ല സർവ്വവിശ്വത്തിലും ജീവൻ വ്യാപിച്ചു കിടക്കുന്നു എന്ന സത്യത്തിന് ഉറപ്പുകിട്ടും. അതോടെ മനുഷ്യരുടെ ചരിത്രം മുഴുവൻ മാറും. നാം സർവ്വവിശ്വത്തിൽ ഒറ്റക്കല്ലെന്ന് തെളിയും. അതെ, മാർസിലെ ജീവിതത്തിന്റെ കഥ ഇനിയും എഴുതപ്പെടേണ്ടതാണ്. ഒരു ദിവസം നമ്മിൽ ചിലർ തന്നെയാണ് മാർസിന്റെ മണ്ണിൽ കാൽവെക്കുന്നത്. അതുവരെ ആ ചുവന്ന ഗ്രഹത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ യാത്രയായി തുടരും. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? മാർസിൽ ജീവൻ ഉണ്ടായിരുന്നോ? ഇപ്പോഴും ഉണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഇനി വരാനിരിക്കുന്ന കൂടുതൽ അത്ഭുതകരമായ വിഷയങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം.